ജെറിനെ ഈശോ ഒരു പൂച്ചക്കുട്ടീനെ പോലെ എടുത്ത് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞില്ലേ? ഈ പൂച്ചക്കുട്ടി അന്ന് വരെ ഇരുന്നിരുന്ന ആ അവസ്ഥയെ കുറിച്ചൊന്ന് പറയാമോ? ശോകമാണ്. കാരണം ഞാൻ +2 പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്തിലേക്ക് വരുന്നത്. ജീസസ് യൂത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് ഈശോനെ കിട്ടാനായിട്ട് സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ജീസസ് യൂത്തിലേക്ക് വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റും അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവർ രണ്ടുപേരാണ് എന്നെ ജീസസ് യൂത്തിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം വിളിച്ചു, അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു, പോയില്ല. പിന്നെ 2-3 തവണ വിളിച്ചു, പോയില്ല. ഏകദേശം ഒരു 7-8 പ്രാവശ്യം, അതായത് സൺഡേ കാറ്റീസനാണ് ഞങ്ങൾ അങ്ങനെ കാണാറ്. അപ്പോൾ സൺഡേ കാറ്റീസനെ കാണുമ്പോൾ 7-8 ആഴ്ചകൾ ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യമേ തന്നെ സ്കിപ്പ് ചെയ്ത് പോവും. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. കാരണം ഈ ഒരു പള്ളിക്ക് വരുന്നു, അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിക്കുന്ന സമയങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടേതായ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ, പക്ഷേ ഇവരെ ഒന്ന് വിളിക്കും, അപ്പോൾ എനിക്ക് ദേഷ്യം വരും, മൈൻഡ് ഔട്ടാവും, ഞാൻ പോവും. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഇവരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ വരാം. ലാസ്റ്റ് ഒരു 8 പ്രാവശ്യം വിളിച്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോരും, പ്രേ ഗ്രൂപ്പിൽ ഞാൻ പോരും, ഞാൻ പിന്നെ വരത്തില്ല. പിന്നെ എൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഞാൻ ഷൗട്ട് ചെയ്ത് എനിക്ക് അത്രയും അത്രയും ഒരു ഇറിറ്റേഷനായി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ആ പ്രേ ഗ്രൂപ്പിൽ കടന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം, എല്ലാവരും ഭയങ്കര കെയറിങ്. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു സംഭവം വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കണം. ആ ഒരു സമയത്ത് എനിക്കിഷ്ടമായി, സത്യം പറഞ്ഞാൽ എനിക്ക് ആ പ്രേ ഗ്രൂപ്പ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ പ്രേ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇനി ഒരു പ്രേ ഗ്രൂപ്പിൽ വിളിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രേ ഗ്രൂപ്പിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ ആ ഒരു പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം ഇഷ്ടപ്പെട്ട ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അത് ഞാൻ എന്ത് വില കൊടുത്തിട്ടും അല്ലെങ്കിൽ എൻ്റേതായ സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോകും. അപ്പോൾ 3 വർഷം ഞാൻ പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. എന്തൊക്കെ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, ഫാമിലി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ മാക്സിമം ജീസസ് യൂത്തിൻ്റെ ഭാഗമാവാൻ ഞാൻ ശ്രമിച്ചായിരുന്നു. ജീസസ് യൂത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ ഒരു കെയറിങ്ങിൻ്റെ പുറത്താണ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നത്. അങ്ങനെ 2018 ഞാൻ എൻ്റെ +2 കഴിഞ്ഞു, ITI കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. ഇരിഞ്ഞാലക്കുടയുള്ള കൈസിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെയാണ് എൻ്റെ അതുവരെ പ്രേ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്ന കുട്ടി, അവൾ ഫുൾ ടൈമർഷിപ്പിന് വേണ്ടിയിട്ട്, അതിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തായ്ലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലീഡർ അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീസസിൻ്റെ ഒരു ഇതിൽ പാനലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഒരു എലക്ഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഭയങ്കര ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിങ്ങനെ നിന്നെ പാനലിടട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരാണ് എന്നെ നിരന്തരം ശല്യപ്പെടുത്തി എന്നെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ ഒരു നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ഇട്ടോ, ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും എന്നെ ഇട്ടോളം പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരിക്കലും ലീഡർ ആവില്ല എന്നുള്ള കാര്യം. കാരണം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടൈമായി. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പ്രേ ഗ്രൂപ്പിൽ, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോലിക്ക് പോയി അന്ന് ഈവനിങ് ഒരു ചേട്ടൻ എന്നെ വിളിക്കുകയാണ്, ജീസസിലെ ഒരു വലിയൊരു ചേട്ടൻ എന്നെ വിളിക്കുകയാണ്. ആ ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എടാ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കഴിഞ്ഞു, പുതിയ ലീഡറൊക്കെ വന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പുതിയ ലീഡറൊക്കെ വന്നുല്ലോ, നമുക്ക് ഇനി അടിപൊളിയാക്കണം ചേട്ടാ, ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീണ്ടും ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമായി മാറി ആ പ്രേ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ചേട്ടൻ്റെ ഒരു ചേട്ടാ ആരെ ലീഡർന്ന് ചോദിച്ചു. അപ്പോൾ നീയാന്ന് പറഞ്ഞു. എൻ്റെ കിളി പോയി സത്യത്തിൽ. കാരണം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കത്തില്ല, എല്ലാത്തിലും പിൻവലിയുന്ന ഒരു സ്വഭാവമാണ്. എസ്പെഷ്യലി എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ്. എനിക്ക് അവരെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരാൾ ഏകദേശം ഒരു 25ഓളം പേര് ആ ടൈമിൽ പ്രേ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഒരു 10-15 പേര് ഗേൾസ് ഉണ്ട്, ബാക്കി ഒരു 7-8 പേരാണ്ട് ബോയ്സാണുള്ളത്. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുപോകണ്ടേ പ്രേ ഗ്രൂപ്പിൽ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ആ പ്രേ ഗ്രൂപ്പ് കൊണ്ടുപോവുക? എനിക്കങ്ങനെ കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ആൾ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു അസ്റ്റ ലീഡറായിട്ടൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കർത്താവേ പെൺകുട്ടി തന്നെയാണ് അസ്റ്റ ലീഡർ എന്നുള്ളത് സാധനം ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ആളെ നമ്പർ തന്നു. ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ജെറിന്നാണ്,
ഞാനാണ് പ്രേ ഗ്രൂപ്പിൻ്റെ ലീഡർ, എനിക്ക് സംസാരിക്കാൻ പോലും പേടിയാണ്, വെറ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ അപ്പോൾ അവൾ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുക, ആ ചേട്ടാ ചേട്ടൻ എനിക്കറിയാം, പ്രേ ഗ്രൂപ്പിലൊക്കെ ചേട്ടൻ വരാറുള്ളതല്ലേ. ഞാൻ ഒന്ന് സോറി എനിക്ക് നിന്നെ അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു 3 വർഷക്കാലം ഒരേ പ്രേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരാണ്. ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എൻ്റെ എത്രത്തോളം ഉണ്ടെന്ന്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ എന്നെ സബ്സോണിൽ കുറേ ചേട്ടന്മാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്, ഒക്ടോബറിലാണ് വരുന്നത്, അപ്പോൾ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എങ്ങനെ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലീഡർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത് തന്നെ. വരുമ്പോൾ തന്നെ എനിക്ക് ഒരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, എന്താണ് എങ്ങനെയാണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിന് അത് ആരെടുത്ത് വന്നാലും അതിന് പേടിയാണല്ലോ. അതിനെ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ പിടിക്കാനാണോ സ്നേഹിക്കാനാണോ എന്നൊന്നും അറിയാത്തൊരു, അതായത് ലോകമായിട്ട് അധികം ബന്ധമില്ല. നമുക്ക് ആകെ ഒരു കുറച്ച് പേര്, ഒരു 3 പേരൊക്കെയാണ് കൂട്ടുകാർ, അവരിൽ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ കളിയാക്കും. അപ്പോൾ എനിക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു തൊലിക്കട്ടിയില്ല, സത്യം പറയാൻ തൊലിക്കട്ടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. നട്ടല് എന്നൊക്കെ പറയത്തുണ്ടല്ലോ, അത് പേരിന് പോലും ഇല്ല, കാരണം അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് കടന്നു വരുന്നത്. ഇനി അതിനുശേഷം ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഈ അവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ജെറിൻ്റെ മാറ്റം? എൻ്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അഡോറേഷൻ്റെ ടൈമിലാണ് ഞാൻ ഈശോനെ അറിയുന്നത്. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം മുമ്പത്തെ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ഒരു ഒറ്റപ്പെടുന്ന ഒരു അനുഭവമൊക്കെ ആയിരുന്നു എനിക്ക് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആരോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ധൈര്യം, അങ്ങനെ ഒരു ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സംഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഞാനങ്ങനെ പിന്നെ എൻ്റെ ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത പാപമാണെന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തിരുന്നത് അതൊരു അതൊരു തെറ്റാണല്ലേ എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. ഒരു പാപബോധം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാപബോധം എനിക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് നടക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഇപ്പോൾ പാപങ്ങൾ ചെയ്യുമ്പോൾ കുമ്പസാരിക്കാനും, വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുമ്പസാരിക്കാനും, പിന്നെ വിശുദ്ധ കുർബാന സ്നേഹിക്കാനായിട്ട് എനിക്ക് കാരണമായത് എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആയിരുന്നു, ഒരേപോലെ കടന്നു പോകുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിക്കും, ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അവനൊക്കെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതുപോലെ തന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ ബൈബിൾ ടോക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്, യൂട്യൂബിലൊക്കെ ടോക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഡാനിയേൽ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയുടെ ഒരു ടോക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എനിക്ക്. വിശുദ്ധ കുർബാനയിൽ ഈശോ ഇത്രയും സഹിച്ചിട്ടാണോ ചെയ്യുന്നത്. അപ്പം ഞാനും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നൊരു തീരുമാനം ഞാൻ അന്ന് എടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് മുതൽ ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചായിരുന്നു. ഏകദേശം ഒരു 2020 കോവിഡ് വരുന്നത് വരെ, 2019 കോവിഡ് വന്നതെന്ന് തോന്നുന്നു. ആ ഒരു ലോക്ക്ഡൗണും വരെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയാണ്, ചേലൂർ ആണ് എൻ്റെ വീട്. ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റിയിലാണ് ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോയിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പൽ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സ്പിരിച്വാലിറ്റി സെൻറ്ററിന് അവിടെ കുർബാന ഉണ്ട് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈശോനെ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ കുർബാനയുണ്ട്, ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്. അങ്ങനെ ഞാനങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പതുക്കെ വളർന്നു. പിന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റി. GCYouth പ്രേ ഗ്രൂപ്പ് ഞാൻ ലീഡറായിട്ട് 1 വർഷം ആദ്യമൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ നിന്നു പോവാതെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈശോ ആ ഒരു പ്രേ ഗ്രൂപ്പൊക്കെ എന്നെ കൊണ്ടുപോയി ലീഡ് ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രേ ഗ്രൂപ്പ് ലീഡർ അതിനുശേഷം സബ്സോണിൻ്റെ സർവീസ് ടീമിലേക്ക് എന്നെ എലക്ട് ചെയ്തു. സബ്സോൺ സർവീസ് ടീം മെമ്പറായിട്ട് ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈശോയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം സ്പിരിച്വാലിറ്റിയിൽ ചാപ്പലിൽ പോയിട്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ഈശോ എനിക്കൊന്നും അറിയില്ല, എന്നെ എന്തിനാണ് നീ വിളിച്ചേക്കുന്നത്, എന്നെ എന്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ എൻ്റെ അടുത്ത് ബൈബിളിലൂടെ തന്നൊരു ആൻസർ എന്ന് പറഞ്ഞാൽ, കേവലം ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്നത് എന്ത് നീ സംസാരിക്കണം എന്നുള്ളൊരു അങ്ങനെ വചനത്തിലൂടെ ഈശോ എന്നെ ശക്തിപ്പെടുത്താനായിട്ട്
ഈശോ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈശോ ആണ് കൂടെ ഉള്ളതെന്നുള്ള ഒരു ഉറപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തിനെ ഫേസ് ചെയ്യാനായിട്ട് തീർച്ചയായും എനിക്ക് പറ്റും. പറ്റും. അതിനൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ എന്നെ കഴിഞ്ഞ മാസം എന്നെ ഒരു ജീസസ് ചേട്ടൻ വിളിക്കുകയാണ്. ആള് പറയുകയാണ് വ്യാഴാഴ്ച വിളിക്കുന്നത്, വെള്ളിയാഴ്ച ഒരു ടോക്ക് ഉണ്ട് വരണമെന്ന് പറയാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണെന്ന് പറഞ്ഞു. അതും ഫസ്റ്റ് യൂത്ത്, അതായത് ഫ്രഷ് യൂത്താണ്. അവർക്ക് ഈശോ ആരാന്ന് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ജീസസ് യൂത്ത് അല്ല നമ്മുടെ ആദ്യത്തെ അവസ്ഥ. ജീസസ് യൂത്ത് അല്ല, ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടേ അല്ലാത്ത ഫ്രഷേഴ്സ് ആയിരിക്കുന്ന ഒരു യൂത്തിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു യെസ് ഞാൻ പറയാം. എന്നിട്ട് ഓക്കെ എടാ ഒരു കൺഫർമേഷൻ വൈകുന്നേരം തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ ഞാൻ റെഡിയാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോവാണ്. അതായത് രണ്ടുപേരുടെ അടുത്ത് പോലും സംസാരിക്കാൻ പറ്റാത്ത ഞാൻ, എനിക്ക് ഏതാ നാടെന്ന് പോലും അറിയാതെ, പെരിന്തൽമണ്ണയിലെ നാട് ഏതാന്ന് പോലും അറിയാതെ ഞാൻ അവിടെ പോയി ആരാന്ന് പോലും അറിയില്ല എങ്കിലും ഞാൻ അവരുടെ അടുത്ത് 1 മണിക്കൂർ സെഷൻ ഞാൻ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഗുജറാത്തിലേക്ക് ഒരു മിഷൻ യാത്ര പോകാനായിട്ട് കർത്താവ് കൃപ തന്നു. അതുപോലെ കിഡ്സിൻ്റെ ഒരു പ്രോഗ്രാമുകൾക്ക് ഏകദേശം ഒരു 5-6 പ്രോഗ്രാമുകൾ, ഏകദേശം 500ഓളം കുട്ടികൾ കിഡ്സിൻ്റെ ഉണ്ടായിരുന്ന അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിൽ സെഷൻ എടുക്കാനായിട്ട് കർത്താവ് കൃപ തന്നു. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ഉയർത്തുകയും, ഇപ്പോൾ ആരോടാണേലും സംസാരിക്കാനാണേലും ഒരു ഉളുപ്പില്ല. അത് അങ്ങനെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ ഉളുപ്പില്ലാത്തൊരവസ്ഥയാണ്. എവിടെ കൊണ്ടിട്ടാലും 4 കാലിൽ വീഴുള്ളൂ. എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് കർത്താവാണ്. അതെ, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് കർത്താവാണ്. 3 ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അത് 3ഉം നല്ല രീതിയിലുള്ള ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ ബൈക്കാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടം ഡിവൈഡറിനെ കൊണ്ട് ബൈക്ക് ഇടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പട്ടി ക്രോസ് ചെയ്തിട്ട് അതിനെ ഇടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കാറുമ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഈ 3ലും അത്യാവശ്യം പരിക്ക് പറ്റേണ്ടതായിരുന്നു. പക്ഷെ നിസ്സാര പരിക്കുകളോട് കൂടിയിട്ടാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടത്. ആ ഒരു സമയങ്ങളിൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും ബലി അർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.